നമസ്കാരം. നാളെ ക്രിസ്മസ് ആണ്. കൂടെ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തിൽ നിന്നും നമ്മൾ 2026ലേക്ക് ചുവടെടുത്ത് വെക്കും. എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കട്ടെ. നോക്കാം ഇന്നത്തെ ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ ഫസ്റ്റ് റൗണ്ട് അപ്പിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വന്ദേ ഭാരത് ഇടിച്ച് ഓട്ടോറിക്ഷ പ്ലാറ്റ്ഫോമിൽ കയറിയത് വഴിതെറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യും. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ടീം തിരുവനന്തപുരത്ത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര 26 മുതൽ. ടവറുകൾ വേണ്ട, ഫോണിലേക്ക് നേരിട്ട് ഇന്റർനെറ്റ്. ബ്ലൂബേർഡ് 6മായി ഇന്ന് ബാഹുബലി കുതിക്കും. വാർത്തകൾ വിശദമായി. കൊച്ചി കോർപ്പറേഷൻ മേയറായി വി.കെ. മിനിമോളെ തിരഞ്ഞെടുത്തു. ആദ്യ ടേമിൽ മിനിമോളും രണ്ടാം ടേമിൽ ഷൈനി മാത്യുവും മേയറാകും. എന്നാൽ തീരുമാനത്തിനെതിരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. കൊച്ചി കോർപ്പറേഷനിൽ മേയർ പദവി വീതം വയ്ക്കുവാനുള്ള UDF തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വി.കെ. മിനിമോൾ മേയർ ആകുമെന്ന പ്രഖ്യാപനം വന്നതോടെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പരസ്യമായി വിയോജിപ്പ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആരുമായും ചർച്ച നടത്തിയില്ലെന്നും ദീപ്തി മേരി വർഗീസ് കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുവാനുള്ള തീവ്ര ശ്രമമാണ് കോൺഗ്രസിൽ നയിക്കുന്നത്. ഇതിനായി അവർക്ക് മറ്റൊരു സുപ്രധാന പദവിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും നൽകാമെന്ന് നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് വിവരം. അതേസമയം കോൺഗ്രസിനുള്ളിലെ ഈ തർക്കങ്ങൾക്ക് പുറമെ UDFിലെ തന്നെ മറ്റൊരു പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് അർഹമായ ഡെപ്യൂട്ടി മേയർ പദവി നൽകാത്തതിലാണ് ലീഗിന്റെ പ്രധാന പ്രതിഷേധം. ഇതിൽ പ്രതിഷേധിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ഭരണത്തിൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ലീഗ് ഇന്ന് ജില്ലാ നേതൃത്വ യോഗം ചേരുന്നുണ്ട്. മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ലീഗിന്റെ അതൃപ്തിയും പരിഹരിക്കുവാൻ UDF നേതൃത്വം വരും ദിവസങ്ങളിൽ നിർണായകമായ ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ഓട്ടോറിക്ഷ കയറിയ സംഭവം. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അടുത്തുള്ള ഇടവഴിയിൽ നിന്ന് വഴിതെറ്റി വന്ന ഓട്ടോറിക്ഷ പ്ലാറ്റ്ഫോമിലെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. പ്രദേശവാസി അല്ലാത്തതിനാൽ തന്നെ ഡ്രൈവർക്ക് വഴിതെറ്റിയതാകാമെന്നാണ് നാട്ടുകാരും സംശയം പ്രകടിപ്പിക്കുന്നത്. വർക്കലയ്ക്ക് സമീപം അകത്തുമുറിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രാക്കിൽ കുടുങ്ങിക്കിടന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. പ്ലാറ്റ്ഫോമിന് സമീപത്തെ ഇടവഴിയിലൂടെ വന്ന ഓട്ടോറിക്ഷ വഴിതെറ്റി പ്ലാറ്റ്ഫോമിൽ കയറുകയും തുടർന്ന് ട്രാക്കിലേക്ക് മറയുകയുമായിരുന്നു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഓട്ടോയിൽ ഇടിച്ചത്. ട്രാക്കിൽ വാഹനം കണ്ട ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പ്ലാറ്റ്ഫോമിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കയറുവാൻ എളുപ്പമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. അപകടം നടന്ന ഉടൻ ഓട്ടോ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇയാളെ പിന്നീട് RPF കസ്റ്റഡിയിലെടുത്തു. കല്ലമ്പലം സ്വദേശിയായ ഡ്രൈവർ സിബി മദ്യലഹരിയിലായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പ്ലാറ്റ്ഫോമിലൂടെ ഓട്ടോറിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രദേശവാസിയല്ലാത്തതിനാൽ വഴി തെറ്റിയാണോ അതോ മനഃപൂർവ്വം ട്രാക്കിലേക്ക് വാഹനം തള്ളി ഓടിച്ചതാണോ എന്ന കാര്യത്തിൽ റെയിൽവേ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയാണ്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഈ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യും. 26-ന് ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT അന്വേഷണ സംഘം നടപടി കടുപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യുവാൻ തീരുമാനിച്ചു. ഡിസംബർ 26-ന് കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാവാൻ ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലും സ്വർണ്ണപ്പാളികകൾ നീക്കം ചെയ്തതിൽ ഭരണസമിതിക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന ആരോപണത്തിലുമാണ് അന്വേഷണം ഇവരിലേക്കും നീളുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രമുഖരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി മുൻപ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു.
ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം നടപടികൾ കടുപ്പിക്കുന്നത്. നേരത്തെ 2 തവണ ചോദ്യം ചെയ്തപ്പോഴും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും വ്യക്തിപരമായ പങ്കില്ലെന്നും മുൻ അംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വർണം നീക്കം ചെയ്തതിൽ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും കണ്ടെത്താനാണ് ഈ സംഘത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങാനാണ് സാധ്യത. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കായി തിരുവനന്തപുരത്തെത്തും. ഡിസംബർ 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ക്ലബിലാണ് പരമ്പരയിലെ നിർണായക മത്സരങ്ങൾ നടക്കുന്നത്. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയ്ക്കെതിരെ T20 പരമ്പരയ്ക്കായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഡിസംബർ 26, 28, 30 തീയതികളിലായിട്ടാണ് പരമ്പരയിലെ 3 മത്സരങ്ങളും നടക്കുന്നത്. ആദ്യമായാണ് കാര്യവട്ടം സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്. എന്തായാലും പ്രമുഖ താരങ്ങൾ നിരവധി ഈ ശക്തമായ ടീമിനൊപ്പം മത്സരത്തിൽ എത്തുന്നുണ്ട്. മത്സരത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യവട്ടം സ്റ്റേഡിയത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. 2025 അവസാനത്തെ ഈ വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായകമായ ഒന്നാണ്. ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന LVM-3 റോക്കറ്റാണ് 6500 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ഈ വർഷത്തെ അവസാനത്തെ വിക്ഷേപണം കൂടിയാണിത്. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ISROയുടെ ഈ വർഷത്തെ അവസാനത്തെ വിക്ഷേപണം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ ബാഹുബലി എന്ന വിളിപ്പേരുള്ള അതിശക്തനായ LVM-3 റോക്കറ്റാണ് 6500 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ ഉപഗ്രഹത്തെ വഹിച്ച് കുതിച്ചുയരുന്നത്. ഈ വിക്ഷേപണം കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലെ വലിയൊരു വിപ്ലവത്തിന് തന്നെ വഴി തുറക്കുകയാണ്. ഇന്ന് വിക്ഷേപിക്കുന്ന ബ്ലൂബേർഡ് ഡിഗ്സ് ഉപഗ്രഹത്തിന്റെ പ്രത്യേകത അമ്പരപ്പിക്കുന്നതാണ്. ഇനി മുതൽ മൊബൈൽ ഇന്റർനെറ്റിനായി ഭൂമിയിലെ ടവറുകൾ അനിവാര്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ സാങ്കേതിക വിദ്യയിലൂടെ ഫോണുകളിലേക്ക് നേരിട്ടോ അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും. ടവറുകൾ സ്ഥാപിക്കുവാൻ കഴിയാത്ത പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇനി ഇന്റർനെറ്റ് തടസ്സമില്ലാതെ എത്തും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന ഈ ചരിത്ര നേട്ടം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് അപ്പ് ഇതോടെ അവസാനിച്ചു. ഇനി വരും മണിക്കൂറുകളിലെ വാർത്തയുമായി സെക്കൻഡ് റൗണ്ട് അപ്പിൽ കാണാം.